സ്നേഹബന്ധം നിലനിൽക്കണമെങ്കിൽ കാശ് വേണം. കാശ് വേണമെങ്കിൽ കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാലേ കാശ് കിട്ടത്തുള്ളൂ, അല്ലേ? പണ്ടത്തെ കാലത്ത് സ്നേഹം നിലനിൽക്കാൻ സ്നേഹം മാത്രം മതിയായിരുന്നു. ഇന്ന് സ്നേഹത്തിൻ്റെ പുറകിൽ കാശുണ്ടെങ്കിൽ മാത്രമേ സ്നേഹമുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? പണ്ട് കാലത്ത് ഈ പറഞ്ഞോണം ബ്യൂട്ടി പാർലറും മേക്കപ്പും കാര്യങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പണ്ടത്തെ പെൺകുട്ടികൾ വീട്ടിലെ ജോലിയും ചെയ്ത് ഭർത്താവിൻ്റെ കാര്യവും നോക്കി, അല്ലെ അച്ഛൻ്റെ കാര്യം, ആങ്ങളയുടെ കാര്യം, കുഞ്ഞുമക്കളുടെ കാര്യം ഒക്കെ നോക്കി അവർ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. അന്ന് അവർക്കറിയില്ല മേക്കപ്പ് ഇടണം, ഒന്നും അറിയില്ല. അന്നത്തെ കാലത്ത് ഒരു പൗഡർ മാത്രമേ മുഖത്ത് ഇട്ടിരുന്നുള്ളൂ. കുളിച്ചിട്ട് ഒരു പൗഡറും ഒരു ചന്ദനക്കുറിയും ഒരു പൊട്ടും. അത് വെക്കുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവരവരുടെ മുഖത്തിനൊരു ഐശ്വര്യമുണ്ട്, നാച്ചുറലായിട്ട് അതുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരു ടെൻഷനാണ്. ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഫിൽറ്റർ ഇട്ടില്ലെങ്കിൽ, ഞാൻ ഇപ്പോൾ ഫിൽറ്ററൊന്നും ഇട്ടിട്ടില്ല, നാച്ചുറലാണ്. ഒരു ഫിൽറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ ടെൻഷനാണ്. എന്താ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കടയിലൊക്കെ വരുമ്പോൾ ആൾക്കാർ. ഞാനും ഫിൽറ്റർ ഉപയോഗിക്കാറുണ്ട്, ഫിൽറ്റർ ഇല്ലാതെയും ചെയ്യാറുണ്ട്. എന്നാൽ കടയിലൊക്കെ വരുന്നവർ വീഡിയോ എടുക്കുമ്പോൾ അയ്യോ ഫിൽറ്റർ ഇടുക എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ മുഖത്തിന് ചേർന്ന ഫിൽറ്റർ നോക്കിയിടും. കാരണം അത് അവർക്കൊരു ടെൻഷനാണ്, അല്ലെങ്കിൽ ഒരു വിഷമമാണ്. ഫിൽറ്റർ ഇട്ടില്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളത്തില്ല എന്നുള്ളത് അല്ല. നമുക്ക് നാച്ചുറലായിട്ടൊരു സൗന്ദര്യമുണ്ട്. കറുപ്പായാലും വെളുപ്പായാലും ഒരു സൗന്ദര്യമുണ്ട്. പക്ഷേ പണ്ട് അതില്ലായിരുന്നു. അങ്ങനെയൊന്നും ആരും നോക്കാറുമില്ല. കുളിച്ച് കഴിഞ്ഞ് ഒരു പൗഡർ ഇടും, തലയിലൊരു തുളസിക്കതിര് ചൂടും, അല്ലെങ്കിൽ റോസാപ്പൂ വയ്ക്കും, ഇച്ചിരി പിച്ചിപ്പൂ ഉണ്ടെങ്കിൽ അത് വയ്ക്കും, അങ്ങനെ അല്ലേ? അന്ന് ഇത്രയും കാശിന് ആവശ്യമില്ലായിരുന്നു പെൺകുട്ടികൾക്ക്. ഇന്ന് പെൺകുട്ടികൾക്ക് ഒരുപാട് കാശ് വേണം മേക്കപ്പ് ഇടാനും അതിനും ഇതിനും. പണ്ട് കാലത്ത് ഒരു നല്ല നാൾ വരുമ്പോഴാണ് ഒരു ജോഡി വസ്ത്രം കിട്ടുന്നത്. അത് നമ്മൾ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിലില്ല, റെയറാണ്. അന്ന് നമ്മൾ ആശിക്കാൻ പാടില്ല, ആശിച്ചാൽ കിട്ടില്ല. കൈയിൻ്റെ നഖത്തിലൊക്കെ ഇങ്ങനെ ഓണക്കോടി വന്ന് കിടക്കുമ്പോൾ പണ്ടുള്ളവർ പറയുമായിരുന്നു അത് ഓണക്കോടിയാണ്, എണ്ണി നോക്ക് എത്ര എണ്ണം ഉണ്ടെന്ന്, അപ്പോൾ അത്രയും ഓണക്കോടി കിട്ടുമെന്ന്. പക്ഷേ എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ വിരലിൽ വന്ന് അതേ എണ്ണി ഞാൻ സൂക്ഷിച്ചു വെക്കും. അതേപോലെ അത്രയും ഓണക്കോടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. സത്യം തന്നെയാണ്. അത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ പണ്ട് കാലത്ത് റെയറാണ് ഓണക്കോടിയെ കിട്ടുന്നത് തന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ അന്നത്തെ കാലത്ത് കാശിനും ഭയങ്കര വിലയാണ്, ഓരോ സാധനങ്ങൾക്കും ഭയങ്കര വിലയാണ്. അപ്പോൾ കാശിനും അത്രയും വിലയുണ്ട്. നമുക്കൊരു മതിപ്പാണ് കാശിന്. 100 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു സെൻറ്റ് വസ്തുവൊക്കെ 100 രൂപയ്ക്ക് കിട്ടും. ഇന്നത് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അന്ന് ഒരു സെൻറ്റ് വസ്തുവൊക്കെ 100 രൂപയ്ക്ക് എൻ്റെ അച്ഛനൊക്കെ കൊടുത്തിട്ടുണ്ട്, 100 രൂപയ്ക്കും 75 രൂപയ്ക്കൊക്കെ. ഇന്ന് അങ്ങനെ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അന്ന് ഇന്നത്തെ 1000 എന്നൊക്കെ പറയുന്നത് അന്നത്തെ 100 രൂപയുടെ മതിപ്പ്, അത്രയും മതിപ്പ് ഉണ്ടാവും. പക്ഷെ അന്ന് പെൺകുട്ടികൾക്ക് കാശിൻ്റെ ആവശ്യമില്ല. അവർ വീട്ടിൽ മാടിനെ നോക്കി, പുല്ലും പറിച്ചൽ, വീട്ടുകാരും നോക്കി, മുറ്റവും തൂത്ത്, പാത്രവും കഴുകി, ചോറും വെച്ച്, ബാക്കി സമയങ്ങൾ എല്ലാ അയൽവക്കത്തുള്ള എല്ലാവരും കൂടെ ചേർന്നിരുന്ന് സൊറ പറയും, അല്ലേ, നുണ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും തമാശകൾ പറയും, അല്ലെങ്കിൽ ചിരിക്കും, കളിക്കും, പാറ കളിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നുമില്ല. സ്നേഹബന്ധങ്ങളില്ല, എല്ലാം ഫോണിൽ കൂടെയാണ്. പിന്നെ ഫോൺ എടുക്കുക, ഹലോ എന്താണ്, കഴിച്ചോ, അത് റെയറായിട്ടൊന്ന് സംസാരിക്കുക, ജസ്റ്റ് എനിക്ക് തിരക്കാം, ഞാൻ പോവാം, ഞാൻ വിളിക്കാൻ എന്ന് പറഞ്ഞ് പോയിട്ടേ ഇരിക്കും. ഇന്ന് ഒരു ബർത്ത്ഡേ വന്നാൽ ഡ്രസ്സ് വേണം, ഒരു കല്യാണം വന്നാൽ ഡ്രസ്സ് വേണം, ഒരു കൂട്ടുകാരിയുടെ കല്യാണം വന്നാൽ ഡ്രസ്സ് വേണം, ഒരു അമ്പലത്തിൽ പോകാൻ 1-ാം തീയതിക്ക് ഒരു ഡ്രസ്സ് വേണം. എല്ലാ വിശേഷ ദിവസങ്ങൾക്ക് പുതിയ പുതിയ ഡ്രസ്സാണ്. ഓരോരുത്തരുടെ അലമാരകളിൽ പോയി നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റാത്ത ഡ്രസ്സുണ്ട്. എന്നാൽ ഇപ്പോഴും വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കൊക്കെ ഇപ്പോൾ ഒരു 5 ജോഡി ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു 10 ജോഡി ആർക്കും കൊടുക്കും. ഞാൻ അങ്ങനെയാണ്, എൻ്റെ മനസ്സ് അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ആയാൽ അത് നല്ലതാണ്. എന്തിനാ നമ്മൾ പോകുമ്പോഴേ ഒന്നും കൊണ്ടുപോകത്തില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു. ഒരാൾ വർഷങ്ങൾ കൊണ്ട് ഓരോ സ്ഥലത്ത് പോയി ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു അപ്പച്ചൻ. പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ സൈഡിലൊരു റൂമിലായിരുന്നു പുള്ളിക്കാരൻ താമസിച്ചു കൊണ്ട് വന്നത്. അപ്പം മരണപ്പെട്ടപ്പോൾ അവിടെ ഉള്ള എല്ലാവരും കൂടിയിട്ട് പുള്ളിക്കാരൻ്റെ റൂം സെർച്ച് ചെയ്തപ്പോൾ ഒരു കവറിനകത്ത് 5 രൂപ കവറുണ്ടല്ലോ, പണ്ടൊക്കെ നമ്മൾ തുണി മേടിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന കവർ, തുണി ഇട്ട് തരുന്ന കവർ, ആ കവറിനകത്ത് കുറച്ച് കാശുകൾ, 500-ൻ്റെയും 100-ൻ്റെയും അങ്ങനെ 50-ൻ്റെയും 10-ൻ്റെയും 20-ൻ്റെയും എന്നൊക്കെ പറഞ്ഞ് കുറേ കാശുകൾ ആ കവറിനകത്തുണ്ടായിരുന്നു. ആ മനുഷ്യൻ അത്രയും നടന്ന് നാണം കെട്ട് ഓരോരുത്തരടുത്തും കൈ നീട്ടുമ്പോൾ ചിലവർ ചീത്ത പറയും, ചിലവർ കൊടുക്കും, ചിലവർ മനസ്സിൽ പറയും. അങ്ങനെയൊക്കെ
ഒക്കെ വാങ്ങിയ കാശ് പുള്ളിക്കാരൻ ഒന്നും ചെയ്യാണ്ട് പുള്ളിക്കാരൻ്റെ ആഗ്രഹങ്ങൾ പോലും മാറ്റി വെച്ച് കൂട്ടി വെച്ചത് പുള്ളിക്കാരന് കൊണ്ടുപോകാൻ പറ്റിയില്ല. നമ്മൾ പോകുമ്പോൾ ഒരു ഉടുതുണി പോലും നമ്മൾ കൊണ്ടുപോകത്തില്ല അല്ലേ? അതാണ് സത്യം. നമ്മൾ നമ്മുടെ ഡയറിയിൽ കുറിച്ച് വയ്ക്കും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് വെറുതെ പോയില്ലേ? അത്രയും നടന്ന് കഷ്ടപ്പെട്ട് തിന്നാതെ കുടിയാതെ ചേർത്ത് വെച്ച കാശ് എന്തിനായിരുന്നു ഇങ്ങനെ ചേർത്ത് വെച്ചതെന്ന് എനിക്കറിയില്ല. ഈ ഒന്നും ഇല്ലാത്തവർ, ഒരു വീടില്ലാത്തവർ, കൂടില്ലാത്തവർ ഇങ്ങനെ ചേർത്ത് വെക്കരുത്. അല്ലെ നിങ്ങൾ ആ പൈസ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ? ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ മരണപ്പെടുമ്പോൾ അത് ചിലപ്പം അനാഥാലയത്തിന് പോകും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പോകും. എന്തിനാ? നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നതല്ലേ? അത് നിങ്ങൾ തന്നെ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തിനാ ഓരോ സാധനങ്ങൾ കൂട്ടി വെക്കുന്നത്? നമുക്കൊരു 10 സാധനം കിട്ടുമ്പോൾ നമ്മളേലിരിക്കുന്ന ഒരു 30 സാധനത്തിൽ ഒരു 10 സാധനമെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണം. നമ്മൾ വെറുതെ വെച്ച് പാഴാക്കരുത്. വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരുപയോഗിക്കട്ടെ. വസ്ത്രമെന്നല്ല, എന്തൊരു സാധനമായാലും, നമുക്ക് കഴിക്കാൻ കിട്ടുന്നതായാലും നമുക്ക് അളവിൽ കവിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പങ്കുവെക്കണം. അതാണ് സ്നേഹം. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് റെയറാണ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരുപാട് കൊക്കോടികളുള്ളവർ ചെയ്യുന്നില്ല. കൊക്കോടികളെന്ന് പറഞ്ഞാൽ എന്തിനാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കും, ഞാൻ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നാലോചിച്ച് വേദനിക്കുന്ന മനുഷ്യരുണ്ട്. അവരൊന്നും ചെയ്യുന്നില്ല. എന്നാൽ കയ്യിൽ ശരിക്കും ഒന്നുമില്ലാത്തവരാണ് വളർച്ചയിലേക്ക് എത്തി അവർ പാവങ്ങളെ സഹായിക്കുന്നത്. ഈ ഉള്ളവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മാക്സിമം ആൾക്കാരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. റെയറായിട്ടുള്ള ആൾക്കാരാണ് പാവത്തുങ്ങളെ സഹായിക്കുന്നത്. ആ വഴിയോരത്തൊക്കെ ഒന്ന് പോയി നോക്കിയാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അവർക്കൊക്കെ പറയാൻ ഒരുപാട് കഥകളുണ്ടാകും. അവരുടെ അവസ്ഥകളാണ്. ഞാൻ എപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൽ ഇത് ഉൾപ്പെടും. കാരണം എനിക്ക് വേദന ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു സമയത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ്. ഇന്നും കഷ്ടപ്പെട്ട് തന്നെയാണ് പോകുന്നത്. ഒരിടവും എത്താൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞാൻ പറയുന്നത്, കഷ്ടപ്പാട് കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. നമ്മൾ ആ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു വന്നുകൊണ്ട് നമുക്കത് മനസ്സിലാകും. വേദന എന്താണ്, വിശപ്പ് എന്താണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാകും. നിങ്ങളാൽ കഴിയുന്നത് പറ്റുന്നവരെ സഹായിക്കുക. അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം, അവർ മേളിലോട്ട് നോക്കിയിട്ട് ഒരു പ്രാർത്ഥന, അത് മതി നമുക്ക്. നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് സമ്പത്തായിട്ട്. ദൈവം നമ്മളെ കാണുന്നുണ്ട് അല്ലേ? ഒരു കരിയില പോലും അനങ്ങുന്നത് ദൈവം അറിയാതെ അനങ്ങില്ല.